പതുക്കെ. എനിക്ക് മുടി വേദനിക്കുന്നത്, അതെല്ലാം പറിച്ചെടുക്കുമല്ലോ. കൊല്ലണ്ടേടി. അതൊക്കെ ചെയ്തു. പേനുണ്ടോ അപ്പച്ചി? പിന്നെ 2-3 കിട്ടിയടി. എന്റെ തലയും കൂടെ ചൊറിയുന്നു. എവിടുന്ന്? 2-3 കിട്ടിയൊന്നുമില്ല. അത് പേനല്ല അത്. പിന്നെ അല്ലാതെ മാനാ. അയ്യേ, നിലവാരം കുറഞ്ഞ കോമഡി. എന്തുവാടി കൊച്ചേ? മാറിയില്ല അങ്ങോട്ട്. അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ മതി. ഈ കോമഡി ഒക്കെ. അയ്യോ, തിരിഞ്ഞിരിക്കും. അണ്ണാ ചിന്നുവേ, ഓ ഇതെന്തുവാടി എവിടെ തല പേഞ്ചാകരയാണോ? നോക്കണ്ണ, കൊറേ കിട്ടിയേട്ടാ. നാട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കിടന്നു. കൊല്ലെ കൊല്ലെ കൊല്ലെ. ആരാണത്? അല്ലല്ല, ഇത് കടിച്ചെന്നെ. മാമ, അപ്പച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്തിനാ ഒന്നാക്കുന്നത്? എത്ര വേണേലും ചോദിച്ചോ. മാമ ഇവിടെ വന്നിരിക്കോ? അല്ല, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് ഈ പേൻകൊല്ലിൽ നിന്ന് കാണണം. അതൊക്കെ നമുക്ക് കാണാം മാമ. അവിടെ ഇരിക്കും. ഇവള് തിന്നുന്ന എല്ലാം പേനാന്നെന്ന് തോന്നുന്നു. നിറയെ ഉണ്ടടി. ഇന്ന് മൊത്തം ഇരുന്നാലും നടക്കൂല. മാമ അവിടെ നിന്ന് ഇരിക്കും. അതെ മാമ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്റെ നടപ്പിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഒന്നും തോന്നിയില്ലല്ലോ. പക്ഷേ എന്റെ ഫ്രണ്ട്സ് പറയാണ് എന്റെ നടപ്പിലും പെരുമാറ്റത്തിലൊക്കെ ആണുങ്ങളെ പോലെയാണെന്ന്. ഏതവനടി അങ്ങനെ പറഞ്ഞത്? എന്റെ കൊച്ചിനെ കളിയാക്കാൻ ഏതവനടി ധൈര്യം? നമുക്ക് ചോദിച്ചിട്ട് വരാം. അയ്യോ, ചോദിക്കൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയൊക്കെ പറയണ ഇഷ്ടമാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തോന്നാണ് നിന്റെ പ്രശ്നം? എനിക്ക് ഒരാഗ്രഹമുണ്ട്. നീ എന്തിനാ അങ്ങനെ ഒന്നാക്കുന്നത്? ഏതാഗ്രഹം ഉണ്ടെങ്കിൽ മാമനോട് പറ, മാമൻ സാധിച്ചു പറയടി. അതെ മാമ, എനിക്കൊരു ട്രിപ്പ് പോണം. അതിനെന്താ ട്രിപ്പ് പോവാം? എനിക്ക് സിംഗിൾ ആയിട്ട് ട്രിപ്പ് പോണം. എന്ന് വെച്ചാ ഒറ്റയ്ക്ക്. മാമ നീ പോയിക്കോടി, മാമന്റെ സപ്പോർട്ട് ഉണ്ട്. ഉറപ്പാണല്ലോ? ഉറപ്പ്. മാറ്റി പറയില്ലല്ലോ? ഇല്ല, മാറ്റി പറയത്തില്ല. മക്കളെ, ഞാനും വരട്ടാ. എനിക്കും ആഗ്രഹം. അപ്പച്ചി, സിംഗിൾ ട്രിപ്പ് ആണ് ഞാൻ പറഞ്ഞു. അപ്പച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഡബിൾ ട്രിപ്പ് ആവൂലേ? എടി ചിന്നു, നമുക്ക് 2 പേർ കൂടെ ഒരു ട്രിപ്പ് പോവാം. ആണാ? നമുക്ക് 3 പേർക്കും. ശരി. അല്ല, അപ്പച്ചി മാമനൊക്കെ സമ്മതിച്ച് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം. പക്ഷെ അച്ഛൻ സമ്മതിക്കൂല. എടി, ആ കാര്യം എനിക്ക് വിട്ടുക. അളിയനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റ്. അല്ല, അച്ഛൻ മാത്രം സമ്മതിച്ചാ പോരല്ലോ. ഇവിടെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ സമ്മതിക്കാൻ. വേറെ ഈ ഞാനെന്ന വ്യക്തി. നീ ആരാടി? നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? എന്റെ സമ്മതമൊക്കെ വേണം. എന്റെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അയ്യേ, നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? അത് തന്നെ. നീ ആരടി നിന്റെ സമ്മതം വാങ്ങിക്കാൻ? ഞാൻ ഇവിടുത്തെ ഇളയ മോള്. ഞാൻ ഇവിടുത്തെ മൂത്ത മോളാ. അതിനേ ഉള്ളൂ. മൂത്ത മോള് കഴിഞ്ഞിട്ടുള്ളൂ ഇളയ മോള്. കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ. കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ? അപ്പോഴും ഇത് തന്നെ. മാവാ, അച്ഛാ ഇവിടെ കുറച്ച് അഹങ്കാരം കൂടി കിടക്കാണ്. മിണ്ടിപ്പോത്ത് നേരിട്ട് തമ്മിൽ കണ്ട ഞാൻ കീരിയും പാമ്പും പോലെ വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ 2 എണ്ണം. പെങ്ങളെ, എനിക്കിപ്പോഴേ നമ്മുടെ പഴയ ഒരു കാര്യം ഓർമ്മ വരുക. എന്തോന്ന്? നമ്മളെ കുറിച്ച് നമ്മുടെ അമ്മ ഇങ്ങനെ പറയുക. അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ ചേട്ടാ. പിന്നെ എങ്ങനെ പിള്ളേർ ഇങ്ങനെ എല്ലാതാവും? മോന്തായം വളഞ്ഞിരുന്നാലേ 64 വളയുമെന്നാണ്. പിള്ളേരെ കാര്യം പറയുമ്പോ നീ എന്തിനാ എന്റെ കാര്യം എടുത്തിരുന്നേ? ഞാൻ പറയും, അപ്പോഴപ്പോഴാ കുറ്റവും കുറവും പറഞ്ഞില്ലെങ്കിലേ നീ വിചാരിക്കും നീ എല്ലാം തികഞ്ഞു പോയെന്ന്. അതുകൊണ്ട് ഞാൻ പറയും. ആണല്ലേ? എന്റെ കുറ്റം പറയാനാണ് രാവിലെ എഴുന്നള്ളി വരുന്നത്. തന്നെ ഞാൻ അതിന് തന്നെ വരുന്ന. എന്ത് കുഴപ്പം? എന്ത് പണിയൊന്നുമില്ലടി. ഇത് എന്തോന്ന്? ഒരു സ്ഥലത്ത് പിള്ളേരുടെ വഴക്ക്, പിന്നെ നാത്തൂൻ കൂടെ തുടങ്ങിയിരിക്കുന്നു. അണ്ണ ഇവിടെ ഇത്രയും കിടന്ന് കരയാനൊന്നും ഇവിടെ ഒന്നുമില്ല. ഞാൻ ചിലപ്പോ ഇവളെ ഇവളെ ഞാൻ കടിക്കും. ചിലപ്പോ ഞാൻ ഉമ്മയും കൊടുക്കും. എന്ത് അണനെന്ത്? ഞങ്ങളൊന്നാണ്, അത് വേറെ കഥ. ഞങ്ങളുടെ അടിയൊക്കെ വേറെ. നാരങ്ങ വെള്ളം പിഴിഞ്ഞു വെച്ചേക്കുന്നു. ഉപ്പ പഞ്ചാരയാ? രണ്ടും ഉണ്ട്. കണക്ക് തന്നെ. ശരി മക്കളെ, ശരി. കണ്ടു പഠിക്കടി. ഇതാടി സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാലുള്ള സ്നേഹം. അല്ലാതെ നിങ്ങള് കീരിയും പാമ്പിനെ പോലെ തമ്മില് തലൂടുന്നതല്ല. അല്ലളിയാ, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബോധം ഈ 2 എണ്ണത്തിനുണ്ടാ? ബോധം എങ്ങനെ ഉണ്ടാകാൻ? അളിയന്റെ മക്കളില്ലേ? ഇപ്പൊ എന്റെ കുറ്റമായ എല്ലാരും വന്നിട്ട് പറയണത് മണിയുടെ മക്കളെന്നാണ്.
ആര് പറഞ്ഞു മാമ എന്റെ അനിയത്തിനോട് എനിക്ക് സ്നേഹമല്ലെന്ന്? അതാണ്. എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കുന്നതും കുടിച്ചു നിർത്തി ഇങ്ങനെ ഇരിക്കുന്നതും കോല് മടക്കി ചവിട്ടുന്നതും ഒക്കെ. അയ്യോ ഇവളടുത്ത് ഇവക്കുള്ളതിനെ കാട്ടി സ്നേഹമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങനെ പിടിച്ചു നിർത്തിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇരിക്കണത്. ഇവളെങ്ങനെ പിടിച്ചു ഞാൻ കയ്യൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് അടിക്കണതൊക്കെ ഭയങ്കര സ്നേഹമാണ് എനിക്ക്. ഞാൻ പോട്ടാ സ്നേഹം. അയ്യോ നിങ്ങൾ രണ്ടുപേരും നോക്കി ചിരിക്കുന്ന അവളെന്നെ അടിച്ചിട്ട് പോയതുണ്ടോ? എടീ, നീയേ കൊടുത്തിട്ടല്ലേ കിട്ടിയത്. ഇപ്പൊ മനസ്സിലായ കൊടുത്ത അത് കൊല്ലത്തും കിട്ടുമെന്ന്. ശരി പോട്ടാ, കുറച്ച് ദിവസത്തേക്ക് ഉണ്ട്. മാമ എന്താടി നോക്കി ചിരിക്കണം വേണ്ടായിരുന്നല്ലേ? അവളെ അടിക്കണ്ടായിരുന്നല്ലേ? സാരമില്ലടി, മാമൻ നിന്നെ ഒന്ന് ചവിട്ടി തിരുമ്മി തരാം. അയ്യോ മാമാ, ഇപ്പൊ ഉള്ള ഇടിയെ എനിക്ക് താങ്ങാൻ വയ്യ. ഇനി മാമന്റെ ചവിട്ടും കൂടി കിട്ടാൻ എനിക്ക് വയ്യ. എടി അത് ക്ലിയർ ആവും ബോഡി. വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? നേരത്തെ പറഞ്ഞ കാര്യം എന്തുവാ? ട്രിപ്പിന്റെ ഓ ട്രിപ്പിന്റെ കാര്യം. അത് നടക്കൂലേ? അല്ല, അത് നിന്റെ അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. മാമാ കാല് മാറല്ലേ മാമാ, പ്ലീസ്. അല്ല, പറഞ്ഞു നോക്കാം. നോക്കിയാ മതി. ബാ നീ വാ. അതെ മാമാ നടക്കൂലോ അല്ലേ? ഇത് നടക്കൂടി. അളിയനെ കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. ഇതിനെക്കാട്ടി എത്രയോ വലിയ പ്രശ്നങ്ങൾ പലരെ കൊണ്ടോ മാവൻ സാധിച്ചേക്കുന്നു. ബാ ധൈര്യമായിട്ട് വാ. ശരിയല്ലേ? അതേ അളിയാ. സാർ നമസ്കാരം സാർ. രാംകുമാർ സാർ. ശ്യാംകുമാർ സാറാ? സാർ ഇല്ല സാർ, തിരക്കില്ല. അല്ല, ആരാ ഈ ശ്യാംകുമാർ? സാറിന്റെ കോൾ ഞാൻ കണ്ടില്ല. ചാറോ? അളിയ സാർ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. എവളുടെ ഒരു സോറി സാർ. സോറി സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പിന്നെ വിളിക്കാം. ഇത് അളിയ എന്റെ ഓഫീസറാണ് വിളിച്ചത്. ഇവളുമാരുടെ വഴക്കാരിയാ. സാർ 2 പ്രാവശ്യം എന്നെ വിളിച്ച്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവളുമാരുടെ വഴക്കാരിയായിരുന്നു. എടുക്കാൻ പറ്റിയില്ല മോളെ. സാർ എന്തൊക്കെ പറഞ്ഞു തരുമോ? ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ചത്. അത് അത്യാവശ്യ കാര്യത്തിനെ വിളിച്ചത്. അളിയ അതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. ഇവളുമാരുടെ വക്കാലത്താണോ? എനിക്ക് കേക്കണ്ട. ഞാൻ ഒന്നാമത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആ സാറിന്റെ വായിക്കണമെങ്കിൽ ഞാൻ കേട്ടു. അറിയാമോ, ഇവർക്കെല്ലാം തമാശയാണ് ഇവിടെ. അല്ല അളിയ, എനിക്കൊന്നും കേക്കണ്ട. ഇവരുടെ മാരെ വക്കാലത്തല്ലേ? മണിക്കൂടെ വിട്ട്. മണി അല്ല മണി. മാമ ഒന്ന് പറഞ്ഞ ചേട്ടി, അതെ ഇപ്പൊ അളിയന്റെ മൂടെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല. അളിയനൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. അച്ഛന്റെ മൂട് എത്ര ശരിയായാലും ഇവളുടെ ഈ ട്രിപ്പ് പോണ കാര്യം നടക്കൂല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ. നീ പോടി മത്തങ്ങ തലച്ചി. അയ്യോ, മത്തങ്ങ തലച്ചെന്ന് വിളിച്ചത്? നീ പോടി പുട്ടുകുട്ടി. ആരുടെ പുട്ടുകുട്ടി? നീലയുടെ പുട്ടുകുട്ടി. അയ്യോ, നീയാണ് പുട്ടുകുട്ടി. നേരത്തെ കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. മണിക്കുട്ടാണോ രവിയണ്ണനെ സമ്മതിക്കുമായിരിക്കുവോ? അല്ല, പുള്ളി അങ്ങ് എടിപിടിന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചിന്നു ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അല്ല എന്ന് പറഞ്ഞാലേ പ്രായപൂർത്തിയായ പെങ്കൊച്ചല്ലേ, അവളെയൊക്കെ ഒറ്റയ്ക്ക് അന്യ സ്ഥലങ്ങളിലേക്ക് വിടുക എന്ന് പറഞ്ഞാലേ ഏതച്ഛനും ഒരു വിഷമമുള്ള കാര്യമാ. അണ്ണൻ പോയിട്ടുണ്ടാ? ഞാനോ? ഒറ്റത്തവണ. എപ്പോ? അത് ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോകായിരുന്നു അങ്ങ് മൈസൂർക്ക്. ഞാൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൂടെ ടൂർ പോകണം, 50 രൂപ ഫീസ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് തരത്തിലിടാന്ന്. അയ്യോ, പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ല കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ അന്ന് പൂത്തിരിക്കുക. അത് ശരിയാണ്. അത് അല്ലല്ല, അത് പിള്ളേര് പിന്നെ സ്വഭാവം മാറിപ്പോവും, അത് നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ അച്ഛനെ ടൂറിന് വിട്ടില്ല. അയ്യോ, ആ ദേഷ്യത്തിന് ഞാൻ അന്ന് തന്നെ അച്ഛന്റെ പോക്കറ്റിൽ കിടന്ന് 50 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ നാട് വിട്ടു. പണ്ടേ വിരുദ്ധനാ. എന്നിട്ട് എങ്ങോട്ട് പോയി? ബോംബെ പോയാ? ധാരാവി ആയിരിക്കും. ബോംബെയിലൊന്നും പോയില്ല. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്, വല്യച്ഛന്റെ വീടുണ്ട്. ഞാൻ അവിടെ പോയി. അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞില്ല.
എങ്ങോട്ട് പോകാൻ അറിഞ്ഞുകൂടാലോ, നാട് വിട്ടല്ലേ ഒന്ന്. ഫോണൊന്നുമില്ല. ആ ഒന്നുമില്ല, എഴുത്തെഴുതുക മാത്രമല്ല ഉള്ളു. വല്യച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞ് വെറുതെ 2 ദിവസം വെറുതെ എനിക്ക് സംശയം തോന്നിയില്ല അപ്പൊ? സ്കൂളില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്നെ തിരക്ക് ആള് വരിക. അതായത് എന്നെ കാണാതായ ദിവസം മുതൽ അച്ഛൻ ആൾക്കാരെ വിട്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ചു. പിന്നെ അങ്ങനെ അന്വേഷിപ്പിച്ച പറഞ്ഞ് വല്യച്ഛന്റെ വീട്ടിൽ ഞാനുണ്ടെന്ന്. അങ്ങനെ അവിടെ ആളിനെ വിട്ട് എന്നെ അവിടുന്ന് പൊക്കി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പം ഞാൻ കാണുന്നെന്ന് പറഞ്ഞാല് അച്ഛൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റി കസേരയിൽ ഇരിക്കുക. അടിച്ചു കാണും. ഇല്ലടി, എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ കരഞ്ഞ. അന്ന് എനിക്ക് മനസ്സിലായി, അതായത് അച്ഛന്മാരുടെ സ്നേഹം എന്തുവാന്ന്. അല്ല, ആ ഒരു വിഷമം അളിയനും ഉണ്ടാവുമല്ലോ. പിന്നെ ഏതായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവള് വലിയ ധൈര്യശാലിയാ, പ്രശ്നമൊന്നും ഇല്ല. ഉണ്ടാക്കത്തില്ല. അവളിപ്പോ ഒറ്റയ്ക്ക് പോയാലും അവള് നല്ല എന്റെ അടുത്തോടെ നിൽക്കും. അല്ലാതെ ബോക്സിങ് അറിയാമല്ലോ, ഒരു വന്നാലും ഇടിച്ച് വീഴ്ത്താനും അവർക്ക് അറിയാമല്ലോ. സാരമില്ലെന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പറഞ്ഞു നോക്കാം. നീ വാ. മാമ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മാമ ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് മാമ. എടി, അതെ, അങ്ങനെ ഇപ്പൊ ഇച്ചിരി ചൂടില്ല. ആ ചൂടൊന്ന് ആറിക്കഴിയുമ്പോ ഞാൻ സമാധാനമായിട്ട് പറഞ്ഞ് അളിയനെ മനസ്സിലാക്കിക്കൊള്ളാം. നീ ധൈര്യമായിട്ടിരിക്കുക. എന്തു പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം? അവക്കിപ്പോ ഒരു സോളോ ട്രിപ്പ് പോണോന്ന്. സോളോ ട്രിപ്പാ? എങ്ങോട്ട്? എങ്ങോട്ടെന്നൊന്നും ഞാൻ തീരുമാനിച്ചൊന്നുമില്ല. എല്ലാ പിള്ളേരും പോകുന്നുണ്ട് അമ്മ ഒറ്റയ്ക്കൊക്കെ. എനിക്കും പോണം. ഒരിടത്തും പോണ്ട. അല്ലെങ്കിൽ തന്നെ TV തുറന്നു കഴിഞ്ഞാൽ പീഡനം, കൊള്ള, കൊലപാതകം ഇതൊക്കെയാണ്. ഒരിടത്തും ഞാൻ വിടൂല കേട്ടോ. മനസ്സിൽ നിന്ന് മാറ്റി. അമ്മ അതൊക്കെ ശരി തന്നെ. ആ ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞ ആരും നമ്മളെ കൂടെ വന്ന് പിടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവള് പോട്ട് ചേട്ടത്തി. അല്ലെങ്കിൽ പിള്ളേരെ ഇങ്ങനെ അടച്ചിട്ട് വളർത്താനൊന്നും പാടില്ല. പിള്ളേർക്ക് കുറച്ച് ധൈര്യമൊക്കെ കൊടുക്കണം. എന്റെ പെങ്ങളെ, പെൺപിള്ളേരായാലേ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച് കുറച്ച് ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഒരു ആഗ്രഹമേ, നമ്മളല്ലാതെ വേറെ ആരാ സഹായിച്ചു കൊടുക്കുന്നത്? അവള് പോട്ടെ, അവള് പറക്കട്ടെ. പ്ലീസ് അമ്മ ഒന്ന് സമ്മതിക്ക്, പ്ലീസ് പ്ലീസ്. എന്നാ ശരി, നമ്മളായിട്ട് ആരുടെയും ചിറകൊന്നും ഓടിക്കണില്ല. താങ്ക്സ് അമ്മ. ഇപ്പോഴാണ് പുലിനട വീട്ടിലെ മണിക്കുട്ടിയത്. ഇനി അച്ഛനെയും കൂടി സമ്മതിപ്പിക്കണം. നല്ല അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. ഒന്നും അറിയുന്നില്ല. അച്ഛൻ ഫുൾ ടൈം രാംകുമാർ സാറേ സാറേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നു. സാറിന്റെ മെസ്സേജാണ് വായിച്ചോണ്ടിരിക്കുന്നത്. സാർ എന്തൊക്കെ കാര്യം ഇട്ടിരുന്നല്ലോ, നിനക്കൊക്കെ വല്ല അറിയണോ? ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ദൈവമേ, എന്റെ പൊന്നച്ഛ, അവര് വന്ന് പലതും പറയും. അച്ഛൻ ഒന്ന് സമ്മതിക്കരുത്. സമ്മതിക്കരുത്? അച്ഛൻ എന്റെ കൂടെ നിൽക്കണം പ്ലീസ്. അച്ഛൻ ഒന്നും സമ്മതിക്കരുത് കേട്ടല്ല. എന്തോന്ന് വെച്ചാ പറയണേ? എന്തോന്ന് ഒന്നും അറിയണ്ട, ഇവിടെ ഇരുന്നു അങ്ങ്. ഇവിടെ എന്തോ നടക്കണേ? ഇവിടെ പലതും നടക്കും. ഇവിടെ പലതും നടക്കും. പക്ഷേ അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണേ. എടി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു നോക്കാം. സമ്മതിക്കില്ലയോന്നൊന്നും എനിക്കറിയാം. അളിയാ, ഇത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്താ ഒരു വല്ലായ്മ? ആരും കഴിച്ചില്ലേ? പിന്നെ ഓഫീസിലൊന്നും പോകുന്നില്ലേ? എന്തോ അളിയാ, ഇന്ന് ഞാൻ ലീവല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. എന്താ അളിയാ? എന്ത് എന്ത്? പിന്നെ ചിന്നുവിന് അളിയനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചിന്നുവിനാ? എന്താ? അണ്ണാ, നമുക്കേ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അണ്ണാ, ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അണ്ണാ. നടക്കണം. അതളിയാ ഞാൻ പറഞ്ഞുതരാം. അതായത് ചിലർക്ക് ചിലരോട് ചില ഇഷ്ടങ്ങൾ തോന്നും. അതുപോലെ തന്നെ ചിലർക്ക് ചിലരോട് ചില അനിഷ്ടങ്ങളും തോന്നും എന്നാ അവള് പറഞ്ഞു വന്നത്. അല്ലേ, ഇവിടെ ഇപ്പം ആർക്ക് എന്തോന്ന് ഇഷ്ടം? ആരോട് ഇഷ്ടം? അതായത് നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ വരുമല്ലോ, അണ്ണ അത് നടത്തണം. അണ്ണനെ കൊണ്ടത് പറ്റും. അളിയ, മനസ്സിൽ നമുക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചുമതലയാ. അളിയനെ അത് നടത്തി തരണം. പൂർണ്ണ മനസ്സോടെ അത് നടത്തി തരണം പ്ലീസ്. ഇല്ല അളിയ, എവിടെ ചിന്നു, ഇത് നടക്കൂല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടക്കൂല, സമ്മതിക്കൂല. ഞാൻ നടത്തൂല അളിയ, നടത്തൂല. അല്ല, അതാണ് എന്റെ അച്ഛൻ. നടത്തൂല എന്ന് പറഞ്ഞാൽ നടത്തൂല. ഇടി നടക്കത്തില്ല. നിന്റെ ട്രിപ്പ് പോണ കാര്യം ഒന്നും നടക്കൂല. എന്റെ അച്ഛന് പൊക്കിന് ജീവനോടെ നടക്കൂല. അച്ഛ ഒന്ന് സമ്മതിക്ക. അച്ഛ
അച്ഛനല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കണമെന്ന്. പ്ലീസ് അച്ഛാ, എനിക്ക് സോളോ ട്രിപ്പിന് പോകണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ് അച്ഛാ. ഇത് നടന്നില്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവും. ട്രിപ്പ് അല്ല, ഇതാണോ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ പറഞ്ഞത്? പിന്നല്ലാതെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞത് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് അളിയെന്താ വിചാരിച്ചു? അല്ല അല്ല ഞാൻ ഇല്ല വേറൊരു കാര്യം വിചാരിച്ചു. അല്ല അളിയൻ എന്തോ വിചാരിച്ചേ? ഇല്ല അളിയാ, അതല്ലല്ലോ അച്ഛാ ഇപ്പൊ ഇവിടത്തെ അല്ല വിഷയം. അളിയൻ എന്തോ വിചാരിച്ച അളിയന് പറയണം. ഇല്ല അളിയാ, അവളെ ഒന്ന് സമ്മതിക്കച്ചാ പ്ലീസ് അച്ഛാ പ്ലീസ്. എന്തോന്നാ അതിനെന്ത് അളിയാ, ഇവള് പോട്ടെ ട്രിപ്പ്. മോള് പോയിട്ട് വാ. അച്ഛൻ സമ്മതിച്ചോ? ഞാൻ പറഞ്ഞില്ലേ മോളെ. അച്ഛാ അച്ഛാ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണ്, സോളോ ട്രിപ്പ്. ഇവള് ഒറ്റയ്ക്കാണ് പോയത്. പ്രായപൂർത്തിയായ ഒരു കൊച്ച്. ഇപ്പോഴത്തെ സമൂഹം ശരിയല്ല അച്ഛാ. ശരിയല്ല. വിടരുത് വിടരുത്, എന്തിനാലും വിടരുത്. നീ എന്തോന്ന് പറയണോ കൊച്ചേ? അവളെ പ്രായപൂർത്തിയായ കൊച്ചാണെന്ന് എനിക്കറിയാം. അവളെ നല്ല ലോക പരിജ്ഞാനവും കൊണ്ട് മാത്രമല്ല അവൾ ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോണു അല്ലേ? ബോക്സിംഗ് അറിയാം അവക്ക്. പിന്നെ കാര്യമില്ല. ഒരു പ്രശ്നമില്ല. ഇല്ല ഒരുത്ത വന്ന് കഴിഞ്ഞാൽ അടിച്ചിടാനൊക്കെ എനിക്ക് പറ്റും. നിക്ക് മോള് പോയിട്ട് വാ. അല്ലേ അളിയാ? സീരിയസ്ലി അതെ, മോള് ഞാൻ പോയിട്ട് പോവാൻ വേണ്ടിട്ടേ ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കട്ടെ കേട്ടാ. ലിസ്റ്റാ? ഓ സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല ഈ പിള്ളേരുടെ ആഗ്രഹങ്ങളെ നമ്മളല്ല വേറെ ആരാ സാധിച്ചു കൊടുത്തു? പിന്നെ എന്റെ അളിയാ, ഇവരുടെ ഒരാഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. എനിക്കറിയാം അവര് തെറ്റായിട്ടൊന്നും ചെയ്യില്ല, അവര് നല്ലതേ ചെയ്യൂ. അതെ. ഉറപ്പാണ്. അച്ഛാ എനിക്ക് ട്രിപ്പ് പോണം. ട്രിപ്പ് പോണം. ട്രിപ്പ് പോണോ? അതെ, എന്റെ മോള് പഠിക്കാനുള്ളൊക്കെ പോയിരുന്നു. പടി പടി. അതെന്തോന്ന് അവളോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ അവൾക്ക് പറയില്ല, നീ ഇരുന്ന് പടി. എനിക്ക് ട്രിപ്പ് പോണോ. എനിക്ക് ഓടി. ട്രിപ്പ് പോണോ അച്ഛാ. ഓ, അച്ഛാ. ആ മണി. അതെ നിങ്ങളെ അവളെ പോവാൻ സമ്മതിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനും എന്റെ മണി, നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? കൂടിപ്പോയ ഒരു സൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ നല്ല വസ്ത്രം, അല്ലേ? എന്റെ അളിയ അന്നത്തെ കാലമല്ല ഇന്നത്തേത്. ശാസ്ത്രമൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. അതുകൊണ്ട് പിള്ളേരുടെ ആഗ്രഹങ്ങളും കൂടും. ഇപ്പോഴേ പിള്ളേർ മൊബൈൽ എടുത്ത് നല്ല 4 കുത്തു കുത്തിയാൽ മതി, ലോകത്തിലെ ഏത് വിവരം വേണമെങ്കിലും അവർക്ക് കിട്ടും. അത് നേരാ. അപ്പോഴേ എന്നെ ടൂറിന് വിടില്ല എന്നുള്ളത് അന്തിമമായ തീരുമാനമാണ്. അല്ല അങ്ങനല്ല മോളെ, തീരുമാനം അന്തിമാന്നുള്ളൂ. അച്ഛാ അമ്മേ. മക്കളെ എന്ത്? അല്ല പറ. അതെ, ഞാൻ ഗൂഗിളിൽ കയറി കുറെ സ്ഥലങ്ങൾ നോക്കി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ? ഏതാ? യൂറോപ്പ്. യൂറോപ്പ്. മക്കളെ നീ ഇപ്പോഴേ യൂറോപ്പ് എന്ന് തന്നെയാണോ പറഞ്ഞത്? യൂറോപ്പ്. അതെ, ഞാൻ 1 മാസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിയുമ്പോ 1.5 മാസം വരും. പക്ഷെ 1 മാസം മതി, തൽക്കാലം 1 മാസം മതി. അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ 2 മാസത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എവിടെയാണെന്നറിയോ? ആഫ്രിക്ക. ഗുഡ് സെലക്ഷൻ. അല്ല മോളെ, ഈ ഇവിടെയൊക്കെ പോകാനുള്ള ചെലവ് അതാണ് ഞാൻ ഈ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. നോക്കച്ചാ, എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപയാകത്തുള്ളൂ. എത്ര? 10 ലക്ഷം രൂപ. അത്ര മതിയാ? എന്തായാലും യൂറോപ്പിൽ പോയിട്ട് വരാൻ അത്രയൊക്കെ മതി. 10 ലക്ഷം രൂപ അച്ഛൻ തന്നു കഴിഞ്ഞാൽ ഒരു കേടും ഇല്ലാതെ അച്ഛന്റെ മോള് തിരിച്ചെത്തും. 10 ലക്ഷം. ഞാൻ ഈ 10 ലക്ഷം എവിടെ? അതിന്റെ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ? ഭയങ്കര സിമ്പിൾ ആണ്. വേറൊന്നുമില്ല. നീ പറ. പറയാം. അച്ഛൻ എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് തന്നാ മതി. അതാവുമ്പം അച്ഛന് തവണകളായിട്ട് അടയ്ക്കാലോ. എന്ത് മാമ? കൊണ്ടുപോ, മേലെ എന്റെ കൺമുമ്പിൽ പോലെ. 10 ലക്ഷം രൂപയ്ക്ക് യൂറോപ്പിൽ ട്രിപ്പിന് പോവാൻ നീ അരമ്പാനിയുടെ മോളാ? അയ്യോ, അവര് പോലും ഇത്രയും ആർഭാടം കാണിക്കൂല. ഇത് ആർഭാടമല്ല, അഹങ്കാരമാണ്. പിന്നല്ലാതാ. അച്ഛാ, ഇതെന്റെ വലിയൊരു ഡ്രീമാണ് ഈ ട്രിപ്പ്. പ്ലീസ് അച്ഛാ. മോളെ, ഇതൊക്കെ ഡ്രീമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നീ പൊയ്ക്കോ. പക്ഷെ അത് നീ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കിട്ട് അങ്ങനെ പോണം. മനസ്സിലായോ? അച്ഛാ പ്ലീസ്. മാമ എടി മോളെ, ഇങ്ങനെ ടൂർ പോകുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ സ്വന്തം കാശ് കൊണ്ടായിരിക്കണം, അല്ലാതെ മാതാപിതാക്കളുടെ കാശ് കൊണ്ടായിരിക്കരുത്. മക്കളെ ഈ കപ്പലണ്ടി കഴിച്ചോ, ക്ഷീണം മാറട്ടെ. 2 കയ്യിലുണ്ട്. അപ്പച്ചേ ഓ
ഇതിനെയാണോ ഈ മുളയിലേ നുള്ള എന്ന് പറയുന്നത്? അയ്യോ ഇത് അതല്ല. ഇതിനെ പറയുന്നതേ വേരോടെ പിഴുതെറിയുക എന്നാണ്.